ഗർഭകാലത്തെ സെക്സ് കുഞ്ഞിന് ദോഷം ചെയ്യുമോ? എപ്പോഴാണ് സെക്സ് ഒഴിവാക്കേണ്ടത്? ഗർഭകാലത്തെ സെക്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും സുരക്ഷിതമായ സെക്സ് പൊസിഷൻ ഏതാണ്? എന്നിവയൊക്കെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അധിക അമ്മമാരുടെ ഒരു സംശയമാണ് ഗർഭകാല സെക്സ് നിങ്ങളുടെ കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളത്. പുതിയ ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ നന്നായി സംരക്ഷിക്കപ്പെട്ട ഒരു സഞ്ചിയിൽ വളരുകയും വികസിക്കുകയും ചെയ്യുന്നു. വളരുന്ന കുഞ്ഞിനെ ഏതെങ്കിലും ദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു തലയണയായി ഈ സഞ്ചി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ശരീരഘടനാപരമായി പറഞ്ഞാൽ നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തികച്ചും സുരക്ഷിതമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് നിൽക്കേണ്ടതുണ്ട്. ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭകാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഡോക്ടർ ചിലപ്പോൾ നിങ്ങളെ വിലക്കിയേക്കാം. ഒന്നാമതായി വരുന്ന കാരണമാണ് ഗർഭകാല രക്തസ്രാവം. ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ കുറച്ച് ദിവസത്തേക്ക് നേരിയ രക്തസ്രാവം ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ്. എന്നാൽ മാസങ്ങൾ കഴിയുന്തോറും യോനിയിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് അപകടകരമാണെന്ന് തെളിഞ്ഞേക്കാം. അതിനാൽ കൂടുതൽ സങ്കീർണതകൾ ഉണ്ടാകാതിരിക്കാൻ ഈ സമയങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത്. മറ്റൊന്നാണ് സെർവിക്സ് രോഗങ്ങളുടെ ചരിത്രം, അതായത് സെർവിസൈറ്റിസ്, സെർവിക്സിന്റെ വീക്കം അല്ലെങ്കിൽ സെർവിക്കൽ കഴിവില്ലായ്മ. കുഞ്ഞുണ്ടാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് സെർവിക്സ് തുറക്കുന്നു, അല്ലെങ്കിൽ സെർവിക്സിൽ അസാധാരണമായ വളർച്ചകൾ. ഇതുപോലുള്ള സെർവിക്കൽ രോഗങ്ങളുടെ ചരിത്രമുണ്ടെങ്കിൽ അണുബാധകളും ഗർഭകാല സങ്കീർണതകളും ഒഴിവാക്കാൻ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. അടുത്തതായിട്ട് വരുന്നതാണ് ആദ്യകാല ആവർത്തിച്ചുള്ള ഗർഭ അലസലുകളുടെ ചരിത്രം. ഭ്രൂണങ്ങളുടെ ജനിതക അല്ലെങ്കിൽ ക്രോമസോം പ്രശ്നങ്ങളാണ് ആവർത്തിച്ചുള്ള ആദ്യകാല ഗർഭം അലസലുകളുടെ പ്രധാന കാരണം. ആദ്യ 3 മാസത്തിനുള്ളിലാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. അതിനാൽ നിങ്ങൾക്ക് ആവർത്തിച്ചുള്ള ഗർഭം അലസലുകളുടെ ചരിത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗർഭാവസ്ഥയുടെ പ്രാരംഭഘട്ടത്തിൽ ഗർഭം അലസലിന് കാരണമായേക്കാവുന്ന ഗർഭാശയ ഘടനാപരമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കുന്നതിന് ലൈംഗിക പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം. മറ്റൊന്നാണ് യോനിയിലെ അണുബാധകളുടെ ചരിത്രം. ഗർഭകാലത്ത് ഈസ്റ്റ് അണുബാധകൾ വളരെ സാധാരണമാണ്. കാരണം ഹോർമോൺ മാറ്റങ്ങൾ യോനിയിലെ pH സന്തുലിതാവസ്ഥയെ ബാധിക്കും. ഈസ്റ്റ് അണുബാധ പലപ്പോഴും യോനിയിൽ ചൊറിച്ചിലും കോട്ടേജ് ചീസ് പോലെ കാണപ്പെടുന്ന വെളുത്ത കട്ടിയുള്ള സ്രവവും ഉണ്ടാക്കുന്നു. അതിനാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വേദനാജനകവും നിങ്ങളുടെ ലക്ഷണങ്ങളെ കൂടുതൽ വഷളാക്കുകയും ചെയ്തേക്കാം. ഈസ്റ്റ് അണുബാധ സാധാരണയായി അമ്മയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും പ്രസവിക്കുന്ന സമയത്ത് നിങ്ങളിലുള്ള ഈസ്റ്റ് കുഞ്ഞിലേക്ക് പകരാം. ഇത് പിന്നീട് നവജാത ശിശുവിന്റെ ശ്വസനത്തെയും ഹൃദയമിടിപ്പിനെയും ബാധിച്ചേക്കാം. മറ്റൊന്നാണ് ഷോർട്ട് സെർവിക്സ്. നിങ്ങളുടെ സെർവിക്സ് ചെറുതാണെങ്കിൽ ശാരീരികമായി സമ്മർദ്ദകരമായ ഒരു പ്രവൃത്തിയിലും ഏർപ്പെടരുതെന്ന് ഡോക്ടർ നിങ്ങളെ ഉപദേശിക്കും. നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് പൂർണ്ണമായും ശരിയാണെങ്കിലും ലൈംഗിക പ്രവർത്തനങ്ങൾ ഒരു പൂർണ്ണമായ വിപരീത ഫലമാണ് നൽകുക. താഴ്ന്ന നിലയിലുള്ള പ്ലാസെന്റ ഉണ്ടെങ്കിലും ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടതാണ്. ഗർഭകാലത്ത് പ്ലാസെന്റ താഴ്ന്ന പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് ഡോക്ടർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശുപാർശ ചെയ്യില്ല. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്ലാസെന്റയിൽ നിന്ന് ധാരാളം രക്തസ്രാവത്തിന് കാരണമാകും. പ്ലാസെന്റ പ്രിവിയ എന്നൊരു അവസ്ഥയിൽ പ്ലാസെന്റ പൂർണ്ണമായോ ഭാഗികമായോ സെർവിക്സിന്റെ പ്രവേശന കവാടം മൂടുന്നു. ഇതുമൂലം രതിമൂർച്ചയിൽ പോലും കനത്ത രക്തസ്രാവത്തിന് സാധ്യതയുണ്ട്. അതേ കാരണത്താൽ ലൈംഗിക പ്രവർത്തനങ്ങൾ എന്ത് വില കൊടുത്തും ഒഴിവാക്കണം. എന്നാൽ ഗർഭകാലത്തെ ലൈംഗികതയ്ക്ക് ചില ഗുണങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഗർഭകാലത്ത് ഗുരുതരമായ സങ്കീർണതകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഗർഭകാലത്തെ ലൈംഗിക ബന്ധം പല വശങ്ങളിലും സഹായകരമാകും. ഒരു പഠനം അനുസരിച്ച് ആരോഗ്യകരമായ ഗർഭധാരണത്തിന് സുരക്ഷിതമായ ലൈംഗിക ബന്ധം ആവശ്യമാണ്. കൂടാതെ ഗർഭം അലസലിനോ നേരത്തെയുള്ള പ്രസവത്തിനോ സാധ്യതയില്ല. നിങ്ങളുടെ ഗർഭകാലത്ത് ലൈംഗിക ബന്ധം നൽകുന്ന ഈ ഗുണങ്ങൾ പരിശോധിക്കാം. അതിൽപ്പെട്ട ഒന്നാണ് രതിമൂർച്ച. ഗർഭിണികൾക്കും രതിമൂർച്ചയുടെ ഒരു നിശ്ചിത പങ്ക് ലഭിക്കേണ്ടതുണ്ട്. വളരുന്ന കുഞ്ഞിന് അവ ഒരു ഭീഷണിയുമല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ഗർഭസ്ഥ ശിശു ഗർഭകാലത്ത് ഒരു രതിമൂർച്ച തരംഗത്തെ മസാജിന്റെ ഒരു ആശ്വാസകരമായ സ്പർശമായി കാണുന്നു. പതിവായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ പങ്കാളികൾക്ക് 2 പേർക്കും കലോറി കുറയ്ക്കാൻ പ്രയോജനപ്പെടുത്താനും ഫിറ്റ്നസ് ആനുകൂല്യങ്ങൾ നേടാനും കഴിയും. അതുകൊണ്ട് തന്നെ ഗർഭിണികൾക്ക് ശരീരഭാരം ക്രമമായി നിലനിർത്താൻ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഗർഭകാലത്ത് അമ്മയും അച്ഛനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന അടുപ്പം ഗർഭപിണ്ഡത്തിനും ഗുണം ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ വികസ്വര ഗർഭപിണ്ഡത്തിന് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ലൈംഗിക ബന്ധം പോസിറ്റിവിറ്റിക്ക് കാരണമാകുന്ന ഹോർമോണുകൾ പുറത്തുവിടുകയും ഉത്കണ്ഠ, വിഷാദം എന്നിവ ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ
ലൈംഗിക സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യത്യസ്ത സെക്സ് പൊസിഷനുകളുടെ ലക്ഷ്യം ലൈംഗിക സുഖം വർദ്ധിപ്പിക്കുക എന്നതാണെന്ന് ശരിയാണ്. എന്നാൽ ഗർഭിണിയായ സ്ത്രീയുടെ കാര്യമോ? നിങ്ങൾക്ക് സുഖം തോന്നുന്നിടത്തോളം ഏത് പൊസിഷനും ഗുണം ചെയ്യും. വളരുന്ന വയറ് ലൈംഗികത ആസ്വദിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാകുമെങ്കിലും നിങ്ങളുടെ വയറിനെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ദമ്പതികൾക്ക് പരീക്ഷിക്കാവുന്ന ചില ലൈംഗിക പൊസിഷനുകൾ നോക്കാം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സ്വീകരിക്കേണ്ട സെക്സ് പൊസിഷനുകളാണ് ലോട്ടസ്, ടേബിൾ ടോപ്പ്, സ്റ്റാൻഡിങ്, സിസറിങ്. സെക്കൻഡ് ട്രൈമസ്റ്ററിലെ പൊസിഷനുകളാണ് ലോട്ടസ്, സ്പൂണിങ്, റിവേഴ്സ് കൗഗേൾ, സ്റ്റാൻഡിങ്. ഇനി തേർഡ് ട്രൈമസ്റ്ററിൽ സ്പൂണിങ്, റിവേഴ്സ് കൗഗേൾ എന്നീ പൊസിഷനുകളും സ്വീകരിക്കാം. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഗർഭിണിയായ സ്ത്രീ മിഷനറി പൊസിഷൻ എന്നറിയപ്പെടുന്ന സാധാരണ പൊസിഷൻ ഒഴിവാക്കണം. ഗർഭിണിയായിരിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ദോഷകരമാണ് എന്നത് ഒരു പൊതു തെറ്റിദ്ധാരണയാണ്. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഗർഭകാലത്ത് സങ്കീർണതകൾ ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവൾക്കും കുഞ്ഞിനും സുരക്ഷിതവും സുഖകരവുമായിരിക്കുന്നിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.